ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിടക്കാൻ നേരം നമ്മുടെ ഹരീഷും നികേഷും കൂടി ചോദിക്കണം, എന്നാലും ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇന്നെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന്. അത് നടന്നില്ലല്ലോ. ഏതായാലും എടാ അത് സമയമാകുമ്പോൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കിടന്നുറങ്ങുക. അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് ഇരുന്ന് ഭയങ്കര കരച്ചില്ല. ഇത് നമ്മുടെ സുഭാഷ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സുഭാഷ് എന്താടാ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, എടാ കരയില്ലേടാ, എല്ലാം ശരിയാവും. അപ്പോൾ സുഭാഷിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പറയാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടമുണ്ടെന്ന്. അങ്ങനെ സുധീഷിനെ ചേർത്ത് പിടിച്ചിട്ട് സുഭാഷ് ആശ്വസിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധി ഇരിക്കുകയാണ്. അപ്പോൾ നിധിയോട് നമ്മുടെ ഈ നികേഷ് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിങ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൊള്ളാം, തരക്കേടില്ലായിരുന്നു. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടത്തി എണ്ണയാണോ ഡ്രൈവ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല, അങ്ങോട്ട് മാത്രം ഞാനാണ് എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും അങ്ങോട്ടെങ്കിലും സുധീഷ് എണ്ണ പുറകിലിരുത്തി കൊണ്ടുപോയല്ലോ, അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും അല്ലേ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിധിക്ക് കലി വരുന്നുണ്ട്. പക്ഷേ ഇവരോടൊന്നും ഒരു സത്യങ്ങളും തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ സുധീഷ് ആണെങ്കിൽ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പം നിധിയാണെങ്കിൽ മോന്തയും പെരുപ്പിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ ഈ നിധിയും അതേപോലെ തന്നെ സുധീഷും കൂടി ഈ മോന്തയും പെരുപ്പിച്ച് നിൽക്കുന്ന സീനെല്ലാം സുഭാഷും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് സുഭാഷ് നേരെ നിധിയുടെ പിന്നാലെ ചെല്ലുകയാണ്. നിധി അവിടെ കിടന്ന് ഇങ്ങനെ തുണി വിരിക്കുന്നതും ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നിധി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് ഒന്ന് പിടിച്ചു നിർത്തി, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. എന്താ കാര്യം? നിധി, ഞാൻ പറയുന്നത് കേൾക്കണം നിധി, അങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി. നിങ്ങൾ വീണ്ടും എന്ത് നുണ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ പേടിച്ചു പോയോ? എന്താണ് അവരുടെ മുന്നിലൊക്കെ നിങ്ങൾ വായടക്കി മിണ്ടാതിരുന്നത്? എന്തുകൊണ്ടാ? സത്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ വിളിച്ച്? സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലേ? അവരുടെ മുന്നിൽ വലിയ മാന്യനായിട്ട് നിങ്ങൾ കളിക്കല്ലേ, അവരുടെ മുന്നിൽ സത്യസന്ധനായിട്ട്. പക്ഷേ ഞാനേതായാലും അവരുടെ സത്യം തുറന്നു പറയാനായിട്ട് പോകുന്നില്ല. അങ്ങനെ പറയാത്തത് നിങ്ങളെ പേടിച്ചുകൊണ്ടല്ല, നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടുമല്ല. ഞാൻ പറയുകയാണെങ്കിൽ അവരെ എൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. കാരണം സ്വന്തം അനിയൻ അല്ലെങ്കിൽ സ്വന്തം ചേട്ടൻ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സങ്കടവും. പിന്നീട് അവരെൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക പോലും ഇല്ല. തൻ്റെ അനിയനും ചേട്ടനൊക്കെ തന്നെ ചതിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെയേറെ സങ്കടം തോന്നും. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്നൊക്കെ നിധി വിളിച്ചു പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുധീഷാണെങ്കിൽ, എടോ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. എടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആധാറിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്നൊരു പ്രൂഫ് വേണമെന്ന് പറഞ്ഞപ്പോഴേ എങ്ങനെയോ ഞാൻ അത് ആധാർ എടുത്ത് കൊടുത്തത്, അത് എങ്ങനെയാണെന്ന് പോലും എനിക്കിപ്പോൾ വ്യക്തമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ ഈ ഒരേ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് ശരിക്കും വെറിഞ്ഞ് കയറുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പക്ക ഫ്രോഡാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു വെറുപ്പാണ് തന്നോട്. എനിക്ക് തൻ്റെ മുഖത്ത് പോലും നോക്കാൻ തോന്നുന്നില്ല സുധീഷേ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ദയവ് ചെയ്ത് താൻ വരാൻ നിൽക്കരുത്. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കാനോ ഒന്നും മിണ്ടാനോ ഒന്നുമില്ല. തൻ്റെ വഴിയിൽ നടന്നു. താൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൻ്റെ ചേട്ടന്മാരോടോ അല്ലെങ്കിൽ അനിയനോടോ ഒന്നും ഞാൻ ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പോകുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. ദയവ് ചെയ്ത് ഇനി എൻ്റെ മുന്നിൽ വരാൻ വേണ്ടി നിൽക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുധീഷിന് ഭയങ്കര സങ്കടം തോന്നിയാണ്. എന്നാൽ നിധി എന്നെ മനസ്സിലാക്കുന്നില്ല. നിധി ഞാനൊരു ഫ്രോഡല്ല. നിധി എല്ലാം ചെയ്ത് നിധിക്ക് വേണ്ടി തന്നെയാണ്, വേണ്ട എനിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ അഭ്യാസങ്ങൾ എങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോഴേക്കും സുധീഷ് അവിടെ നിന്ന് പോകണില്ല. ഇനി ഞാൻ ശല്യപ്പെടുത്താൻ വേണ്ടി വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ സുഭാഷ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുഭാഷ് നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിധി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, നിധി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ചോദിച്ചപ്പോഴേക്കും, എന്ത് പ്രശ്നമാണ് സുഭാഷ് ഏട്ടാ? അല്ല, സുധീഷും മോളും തമ്മിൽ എന്തെങ്കിലും വഴക്ക് കൂടിയോ? ഞാൻ ആലോചിച്ചത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കങ്ങൾ ഉണ്ടായോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, നിങ്ങളൊന്നും മിണ്ടുന്നുമില്ല. ഇന്നലെ പോയി വന്നപ്പോൾ മുതൽ മോന്തയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ടാണ് മോളെ ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നികേഷ് ആണെങ്കിലല്ല, നിങ്ങൾ ഇന്നലെ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുമില്ല, മോന്തയും വെറിച്ചിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഏട്ടൻ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നിധി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ സുധീഷ്, എന്താണ് സുധീഷ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ
നിധിയാണെങ്കിൽ ഒരുങ്ങിയിട്ട് വരികയാണ്. അയ്യോ ഏട്ടത്തി, ഇന്ന് എന്താ താമസിച്ചു പോയോ ഓഫീസിലേക്ക് പോകാനായിട്ട്? അല്ല, ഞാനേ ഒന്ന് സൈറ്റിൽ വരെയും പോകണം, അതുകൊണ്ട് സൈറ്റിൽ പോകാൻ വേണ്ടി കുറച്ച് താമസിച്ചിറങ്ങിയെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല നികേഷേ എന്ന് പറയുകയാണ്. ആണല്ലേ? അപ്പോഴേക്കും ദേ ഒരു പോസ്റ്റ്മാൻ വരികയാണ്. ദേ പോസ്റ്റ് ഉണ്ടേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നികേഷ് ഓടി ചെല്ലുകയാണ്. ആരാ ഇവിടെ നിധി എന്ന് ചോദിച്ചപ്പോഴേക്കും നിധിക്കാണ് ഈ പോസ്റ്റ് എന്ന് പറയുകയാണ്. ആ ഏട്ടത്തി, ദേ ഏട്ടത്തിക്കുള്ള പോസ്റ്റാണ്. എനിക്കോ? എനിക്കെന്ത് പോസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. എനിക്കാണോ എന്ന് പറയുകയാണ്. അതെ, നിങ്ങളല്ലേ നിധി? അതെ, ഞാൻ തന്നെ നിധി. നിങ്ങൾക്കുള്ളതാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്ന് സൈൻ ചെയ്യാവോ? സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നിധി കഴിയുമ്പോൾ എന്താ ഏട്ടത്തി, എന്ത് സാധനം ഇരിക്കും? എനിക്കറിയില്ല. ഇവിടെ തുറന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ആധാർ കാർഡ്. ഇത് കണ്ട നിധി ഞെട്ടിപ്പോണ്. ഏട്ടത്തി ആധാർ കാർഡിന് അപ്ലൈ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല. പിന്നെന്താണ് ആധാർ കാർഡ് വന്നത്? എനിക്കറിയില്ല ആധാർ കാർഡ് വന്ന് എന്താണെന്ന്. അപ്പോൾ സുധീഷ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, അടുത്ത കുരുക്ക് വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിധി വിളിക്കണം. സുധീഷേ, ഇങ്ങനെ വന്നേ സുധീഷേ. എന്താ നിധി? സുധീഷാണോ ഈ ആധാർ കാർഡിന് അപ്ലൈ ചെയ്തത്? അത് പിന്നെ നിധി, അതെ. അപ്പം നിധിയാണെങ്കിൽ കണ്ണും പിടിച്ച് നോക്കുകയാണ്. ഇയാളോട് എത്ര പറഞ്ഞാലും മതിയാവില്ലെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയ്യോ നിധി, അത് നിധി വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ എന്ത് വിചാരിച്ചെന്നാടോ? താൻ എന്തിനാടോ എൻ്റെ പേരിതേ, അതും നിധി സുധീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീടിൻ്റെ പേരിൽ ഒരു ആധാർ കാർഡ് വന്നിരിക്കുന്നു. ഇതൊക്കെ എവിടത്തെ ന്യായമാണ്? അപ്പോഴേക്ക് നികേഷ് നോക്കണം. അതെയല്ലോ, ശരിയാണല്ലോ, നിധി സുധീഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണ് ഏട്ടാ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അതെ, ലൈസൻസ് എടുക്കണമല്ലോ. അപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിലും ഏതെങ്കിലും ഒരു പ്രൂഫ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആ പ്രൂഫ് വേണമെന്നാണ് പറഞ്ഞതേ. അപ്പോൾ നിധി ഇവിടെയാണല്ലോ താമസിക്കുന്നത്, വീടിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടല്ലേ ചെല്ലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് കൊടുക്കാഞ്ഞത്. അതുകൊണ്ട് നിധിക്ക് പ്രൂഫ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തത്, അല്ലാതെ വേറൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലില്ല നിധി. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലില്ല നിധി എന്ന് പറയണം. അപ്പോഴേക്കും നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി വേറൊരു തെറ്റിതായിട്ട് എടുക്കണ്ട. ഏതായാലും ഇത് വന്നെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? ഏതായാലും നമ്മൾ രണ്ടുപേരും ഡിവോഴ്സ് ആകാൻ പോകുമല്ലേ. അപ്പോൾ പിന്നെ ഒരു ആധാർ കാർഡിൽ ഇങ്ങനെ പേര് വന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിധിക്ക് ലൈസൻസ് കിട്ടിയാൽ പോരെ, അതുമാത്രം ചിന്തിച്ചാൽ പോരെ. പിന്നീട് നിധി അവിടെ കൂടുതൽ വാചകം ഓടിക്കാനായിട്ട് നിന്നില്ല. നിധി അവിടെ നിന്ന് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നികേഷ് ആണെങ്കിൽ നിങ്ങളവിടെ നിന്നേ, നിങ്ങളെ മഹാ കള്ളനായിട്ടോ. പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രൂഫ് വേണം പോലും. ഒന്ന് പോടൊപ്പനെ. ലൈസൻസ് എടുക്കാൻ വേണ്ടിയേ ഏതെങ്കിലും ഇവിടുത്തെ പ്രൂഫ് കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങൾ ഏട്ടത്തിനെ പറ്റിച്ചു അല്ലേ? എടാ അതെ, നീ ഇത് പോയി ഇനി അവളോട് പറയാൻ നിൽക്കരുത്. എടാ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നോ, നിങ്ങൾക്കേ അപാര ബുദ്ധി തന്നെയാണ്. കുടില ബുദ്ധിക്കാരൻ. സത്യം പറയട്ടെ, നിങ്ങൾ കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളെ തനി ഫ്രോഡാണ്, തനി ഫ്രോഡ്. എടാ അത് പിന്നെ എല്ലാം നിധിക്ക് വേണ്ടിയാണ്. എന്തായാലും എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയല്ലോ. ഇതായാലും നിധി സുധീഷ്, എന്ത് രസമാണല്ലോ ആ പേര് കേൾക്കാൻ. നീ ഒന്ന് നോക്കിക്കണ്ടേ, നിധി സുധീഷ് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ആ പേര്. ഇതൊക്കെയാടാ സുധീഷിൻ്റെ ഒരു ഐഡിയ എന്നിങ്ങനെ പറയണം. ആയിക്കോട്ടെ. അങ്ങനെ നിധി ഓട്ടോറിക്ഷ കയറി നമ്മുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ നിധി ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. കാരണം സുധീഷ് പറഞ്ഞ കാര്യവും പോലീസുകാർ പറഞ്ഞ കാര്യവും ആധാർ കാർഡിൻ്റെ കാര്യവും ഒക്കെ അങ്ങനെ ആലോചിച്ച് നിധിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാമ്പളത്തൊരവസ്ഥ. അങ്ങനെ നിധി നേരെ ഓഫീസിലേക്ക് എത്തുക. അപ്പോൾ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലൊരു സ്റ്റാഫ് വരിക. സ്റ്റാഫ് വന്നിട്ട് നിധി, സാറ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ അതെന്ത് പറ്റി, എന്താ ദേഷ്യം, സിദ്ധാർത്ഥ എന്താ ദേഷ്യം എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ ദേഷ്യം എന്നറിയില്ല, എന്തെങ്കിലും പ്ലാനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, എന്താ നിധിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ എനിക്കറിയില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. എന്താ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സിദ്ധാർത്ഥ അങ്ങനെ പറയാനുള്ള കാര്യം മറ്റുള്ളവരോട് പറയാറില്ല. ആരാണോ തെറ്റ് ചെയ്തത് അവരുടെ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവമാണ് സിദ്ധാർത്ഥിന്. അതുകൊണ്ട് എന്നോടൊന്നും ഒരു കാര്യവും പറഞ്ഞില്ല. ഏതായാലും നിധി അങ്ങോട്ട് ചെന്ന് നോക്ക്, അപ്പോൾ അറിയാം എന്താണ് സംഭവം എന്നൊക്കെ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധി നേരെ സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെല്ലുകയാണ്. സിദ്ധാർത്ഥെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. എടോ താൻ ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിക്കണം. അത് പിന്നെ അതുകൊണ്ടാണല്ലോ തൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ഞങ്ങൾ അറിയാതെ പോയത്. ഇത് കേട്ടോ നിധി കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയാണ്. അതേടോ അതുകൊണ്ടാണല്ലോ. അപ്പോൾ
സ്റ്റാഫിനെ വിളിക്കുകയാണ്. സ്റ്റാഫുകളെ ഇങ്ങോട്ട് കയറി വാ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞുകൊണ്ട് നിധി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു കേക്കും കൊണ്ട് വരികയാണ്. നിധി ആകെ ഞെട്ടിപ്പോയി. അയ്യോ സിദ്ധാർത്ഥ്, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതല്ലേ? ആ കഴിഞ്ഞതാ, അതുകൊണ്ടല്ലേ ബിലേറ്റഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? നിധി ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാത്തത് കൊണ്ടല്ലേ ഞങ്ങളിതെല്ലാം അറിയാതെ പോയത്. ഇപ്പം ഇതെല്ലാം അറിഞ്ഞില്ലേ? സന്തോഷമായില്ലേ? അതുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ്. കേക്ക് അവിടെ മുറിക്കുകയാണ്. എല്ലാവർക്കും കേക്ക് ഓഫർ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് എന്താണോ കഴിക്കാനുള്ള ആഗ്രഹം അതെല്ലാം ഫുഡെല്ലാം ഓർഡർ ചെയ്തോന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് നിധിയാണെങ്കിൽ അയ്യോ അതൊക്കെ ഒന്നും വേണ്ടായിരുന്നു, എന്തിനാണിപ്പോൾ അത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത് ഞങ്ങൾ സന്തോഷത്തിന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ ശരി ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം നിങ്ങൾ ഓർഡർ ചെയ്തോട്ടോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീതുവിനെയാണ്. അപ്പം നീതു ഈ ഹരീഷിനെ വിളിക്കുക. അപ്പോൾ ഹരീഷിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പോഴേക്കും അതല്ല നിൻ്റെ ഫാമിലി പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഫാമിലി പ്ലാനോ? അതെ, നമ്മുടെ കല്യാണം കഴിയും, അതിനനുസരിച്ച് പിന്നെ കുടുംബജീവിതമായി അങ്ങനെയുള്ളൊരു പ്ലാനാണ് ചോദിച്ചത്. അല്ല അത് പിന്നെ എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. അതെ, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി നമ്മുടെ കല്യാണം, അതായത് 2 വർഷം. 2 വർഷം എന്താ, അതിനു മുമ്പ് കല്യാണം കഴിക്കണോ? എനിക്ക് ഓക്കെയാണ് കേട്ടോ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, അതിനു മുമ്പ് കല്യാണം വേണമെങ്കിൽ കല്യാണം. പക്ഷേ കുട്ടികളുടെ കാര്യം അതെനിക്ക് പറ്റില്ല കേട്ടോ. പറ്റില്ലെന്നോ? അതേന്നേ, കുട്ടികൾക്ക് പകരം നമുക്ക് പട്ടികളായാലോ? പട്ടികളോ? അതെ, കുഞ്ഞു കുറേ പെറ്റ്സുകളില്ലേ, അതിനെയും കൊണ്ട് പോകാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അതുങ്ങളെയും കൊണ്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഹരീഷാണെങ്കിൽ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായ ഭയങ്കര റിസ്ക്കാണ്. 10 മാസം വയറ്റിൽ ചുമന്ന് അതിനെ പ്രസവിച്ച് ഛർദി, പിന്നെ അതിൻ്റെ നൂല് കെട്ട്, അതിന് പേരിടൽ, ചോറ് കൊടുക്കൽ ചടങ്ങ്, അങ്ങനെ ചടങ്ങുകൾ, പിന്നെ ഇതിനെയും വലിച്ചുകൊണ്ട് നടക്കണം. അതൊക്കെ ഭയങ്കര റിസ്ക്കായ കാര്യം. അതുകൊണ്ട് കുട്ടിയെ മാറ്റി നമുക്ക് പട്ടികളാക്കാം എന്ന് പറയുകയാണ്. ഓഹോ, അത് ശരി, ആള് കൊള്ളാലോ, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പ്ലാൻ അടിപൊളിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയാണ്, പ്ലാനൊക്കെ അടിപൊളിയാണേ എന്നിങ്ങനെ സംസാരിച്ചു നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.